ഗ്യാസിൻ്റെ കാര്യം, അതായത് പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്യം മാറ്റാനായിട്ട് ഞാനൊരു സംശയം നിങ്ങളോട് ചോദിക്കട്ടെ. ഇസ്രായേലും ഇറാനും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മറ്റേ ആൾക്കാർ ഏരിയ സെക്രട്ടറിമാർ കീറമായി പാഠം പഠിപ്പിക്കില്ലായിരുന്നു എല്ലാവരും. നിങ്ങളുടെ പാഠം പഠിപ്പിക്കുന്ന ഏരിയ സെക്രട്ടറി ഇറാനോട് പോയി പറയാൻ പറയും, ആ ഹോർമിസ് ഒന്ന് തുറക്കില്ലെങ്കിൽ ഇങ്കുലാപ്പ് വിളിക്കുന്നു പറ, പോയി പറ. യുദ്ധം നടക്കുമ്പോ അതാത് രാജ്യങ്ങളുടെ ശരിയാണ് അതാത് രാജ്യങ്ങൾക്ക്. അമേരിക്കയുടെ ശരിയാണ് അമേരിക്കക്ക്, ഇറാന്റെ ശരിയാണ് ഇറാന്, ഇസ്രായേലിന്റെ ശരിയാണ് ഇസ്രായേലിന്. യുദ്ധം നടക്കുമ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യയുടെ ശരിയായിരുന്നു നമ്മുടെ ശരി, യുദ്ധത്തിലെ വിജയമായിരുന്നു നമ്മുടെ ശരി. ഒരു സംശയം വേണ്ട. യുദ്ധം നടക്കുമ്പോൾ അതാത് രാജ്യങ്ങളുടെ ശരിയാണ് ആ ശരി, അതിന് സംശയമില്ല. ആ പരമാധികാരത്തിൽ കയറാൻ ആർക്കും തയ്യാറുമില്ല. ഇറാൻ ആ കടലെടുക്ക് അടച്ച സമയത്ത് ഇങ്ങോട്ട് സംഭവങ്ങൾ കൊണ്ടുവരാതിരിക്കുന്ന സമയത്ത് നിയന്ത്രണങ്ങളുണ്ടായി. എന്താ കുഴപ്പം? മറ്റേ ഏരിയ സെക്രട്ടറിമാർ പന്തംകൊളത്തി നടത്തുണ്ടായില്ലോ, പോയി കൊളത്തന്നെ അവിടെ പോയി കൊളത്ത്. ആ ഹോർമിസ് കടലെടുക്കന്റെ അവിടെ 4 ഏരിയ സെക്രട്ടറിമാരെ കൊണ്ടുപോയി കൊളത്ത് പന്തംകൊളത്തി. അപ്പൊ അവർ തുറന്നു കൊടുക്കുന്നു. പക്ഷേ അറിവും പ്രാപ്തിയും കഴിവുമുള്ള സർക്കാർ, അറിവും പ്രാപ്തിയും കഴിവുമുള്ള സർക്കാർ വളരെ കൃത്യമായി അത് വിദേശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആര് പ്രഖ്യാപിച്ചു? ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയുടെ കപ്പലിനെ ഹോർമിസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മുടുക്കുള്ള ആൾക്കാർ അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടാ. ഇവരുടെ ആളുകൾ ഇവിടെ കിടന്നിട്ട് ഈ പന്തംകൊളത്തി നടത്തിക്കൊണ്ടല്ല, അങ്ങനെ പറ്റിക്കുന്നത്.